എങ്ങോട്ട് പോവാ ലിൻസോളെ? ചേച്ചിയുടെ അടുത്ത് പോവാം. എന്തിനാ പോണേ? പോവാ. അപ്പോൾ എങ്ങനെയാ ഷൈൻ ചേച്ചിയുടെ അടുത്ത് പോവാം. ഷൈൻ ചേച്ചി ആരാന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലിൻസ് ചേച്ചിയുടെ കസിനാണ്. അവിടെ ജസ്റ്റ് 2 ഡ്രസ്സൊക്കെ നോക്കാനായിട്ട് പോണതാണ്. ഞങ്ങളെ ഈ അബ്ബാസി വഴിയാണ് പോകുന്നത്. അബ്ബാസിയ എന്ന് പറഞ്ഞാൽ കുവൈറ്റിൻ്റെ ഒരു ചെറിയ നഗരമാണ്. ചെറിയൊരു കൊച്ചു കേരളം എന്ന് പറയാം. മലയാളികൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഞങ്ങളും താമസിക്കുന്നത്. ലിൻസേച്ചി എന്നായി പറയുന്നതെന്നറിയോ? ഇപ്പോൾ കൊണ്ടുപോയാൽ ഊളന്മാർക്ക് നേരെ കൊണ്ടുപോകാം, അത്രയ്ക്കേ തുടങ്ങിയിട്ടുള്ളൂ എന്ന്. ഞാൻ തലമുടി കെട്ടിയേക്കണേനാണ് പറയണേ. എങ്ങനെയുണ്ട് ഗൈസ്? നല്ലതാണെങ്കിൽ പറയണേ, കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി. അങ്ങനെ ഞങ്ങൾ ഇതേ ഷൈൻ ചേച്ചിയുടെ ഫ്ലാറ്റിൻ്റെ താഴെ എത്തി. നേരെ ലിഫ്റ്റ് പിടിച്ച് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. ലിഫ്റ്റിൽ കയറി 7-ാം നമ്പർ കുത്തി. 7ാമത്തെ നിലയിലാണ് ചേച്ചിയുടെ ഫ്ലാറ്റ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലിൻസേച്ചിയുടെ പഴയ നെയ്ബേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ പിള്ളേരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കുക. ഞങ്ങളപ്പോഴത്തേക്ക് ഇവിടെ കോളിംബിൽ അടിച്ചു. അതേ ഷൈൻ ചേച്ചി വന്നു. ഷൈൻ ചേച്ചിയോട് പറയുക, ചേച്ചി വീഡിയോ എടുക്കരുത്, എൻ്റെ കോലം കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളകത്ത് കയറി. ലിൻസേച്ചിയുടെ ബർത്ത്ഡേക്ക് വരാൻ പറ്റിയില്ല, അതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി വിളിച്ചാണ്. അപ്പോൾ ചെന്ന വഴി തന്നെ ലിൻസേച്ചിക്ക് പൂവൊക്കെ കൊടുത്ത് വിഷ് ചെയ്യുമോ, ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ വിഷൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് അവർ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. വരാൻ പറ്റിയില്ല, ഇതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന നിനക്ക് ഞാൻ പായസം ഉണ്ടാക്കി തരാമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എല്ലാ പെണ്ണുങ്ങളെ പോലെ പറയുകയാണ്, ഈ മാല എവിടെ നിന്നാണ് നീ വാങ്ങിച്ചേ? നല്ല രസമുണ്ടല്ലോ, ഇനി എത്ര രൂപയായി? എനിക്ക് കിട്ടിയില്ലല്ലോ, ഞങ്ങളൊന്നും പോകുമ്പോൾ ഇതൊന്നും കിട്ടില്ല, നിങ്ങളൊക്കെ പോകുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ എന്നൊക്കെയാണ് ഈ ഷൈൻ ചേച്ചി പറയുന്നത്. അതിന് ശേഷം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചേച്ചി ഡ്രസ്സ് എടുത്ത് തന്നെ. ഇതിലേതാ ഡ്രസ്സ് നിങ്ങൾക്ക് പാകമുള്ള ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എടുക്കാൻ പറഞ്ഞു. പിന്നെ അവിടെ ഫാഷൻ ഷോ അതെ, ഇതൊക്കെ ഇട്ട് നോക്കി. ഇത് രണ്ടും ഒരേപോലത്തെ ആയതുകൊണ്ട് അതിട്ട് നോക്കി. അന്ന് ഞാൻ പറഞ്ഞു ഇങ്ങോട്ടൊന്ന് പോസ് ചെയ്തേ, എനിക്കൊന്ന് വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ച് പോസ് ചെയ്യണതാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്, നല്ലതാണോ എന്നൊക്കെ ചോദിച്ച്. അഭിനയം എങ്ങനെയുണ്ട് ഗൈസ്? നല്ല രസമില്ലേ? എനിവേ ഞാനിട്ട് നോക്കി, എനിക്കിഷ്ടപ്പെട്ടില്ല, കാരണം വലുതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മടക്കി വെച്ചിട്ടേ പോരാമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലിൻസിമോള് സ്റ്റാർട്ട് ചെയ്തു മടക്കാനായിട്ട്. എനിക്ക് മടക്കാൻ അറിയില്ല കേട്ടോ. എടാ ഇങ്ങനൊന്നും അല്ലടാ, എടാ എൻ്റെ കൈ എവിടെ? എടാ പിന്നെ അത് കഴിഞ്ഞ് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുള്ള പായസ പ്രിപ്പറേഷനിലാണ് ചേട്ടനും ചേച്ചി. അവർ പായസമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ കിച്ചൺ വൃത്തികേടായി കിടക്കുക, നീ വീഡിയോ എടുത്തിടരുതെന്ന് പറഞ്ഞ് ചീത്തയെ പറഞ്ഞ്. പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലിൻസി ചേച്ചിനെ കൊണ്ട് ടേസ്റ്റൊക്കെ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് തെമുന്നുള്ള ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷനാണ് കൊടുത്തത്. തിരിച്ചു വന്നപ്പോൾ വന്ന ആൾക്കാർക്ക് ലിഫ്റ്റ് കൊടുത്തപ്പോൾ അവരിറങ്ങണേ 5ാമത്തെ നിലയിൽ ഇറങ്ങി നിന്ന് സഹായിച്ചത്. അപ്പം ഞങ്ങൾ അവിടെ ലിഫ്റ്റിൻ്റെ പാട്ടിന് പോവുകയും ചെയ്തു. ലിഫ്റ്റ് വന്നില്ല. തിരിച്ചു വന്നപ്പോഴത്തേക്കും പായസമൊക്കെ റെഡിയായിരുന്നു. പിന്നെ ഒരു ചിയേഴ്സൊക്കെ അടിച്ച് പായസമൊക്കെ കുടിച്ച് ചില്ലായിട്ട് അങ്ങിരുന്നു. അതിനുശേഷം ഫുഡും കഴിച്ചേ. ഫുഡ് സ്പോൺസർ ചെയ്ത വ്യക്തി ഈ കാണുന്നയാളാണ്. പുള്ളി ഒന്നും അറിയുന്നില്ല, ഞാൻ വീഡിയോ എടുക്കണതോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ലായേ. എനിവേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ലിൻസേച്ചി വിശേഷങ്ങളിരുന്ന് പറയുന്നതാണ് ഈ കേൾക്കുന്നത്. വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് നേരം കൊണ്ട് ഷൈൻ ചേച്ചി എല്ലാം ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒരു കൂട്ടിലാക്കി എടുത്ത് വെച്ച്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി ഇങ്ങ് പോകുന്നത്. ഈ 2 കൂടും കൊണ്ടാണ് പോകുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ കാണാവേ. സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.